ഒരു ദിവസം ആചാര്യ ചാണക്യൻ നടന്ന് ഒരു നദീതീരത്തിരുന്നു. അടുത്ത് ചന്ദ്രഗുപ്തൻ ഇരിപ്പുണ്ടായിരുന്നു. ശാന്തനായി, പക്ഷേ എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി. ചാണക്യൻ ചോദിച്ചു, എന്താണ് ചിന്തിക്കുന്നത് പുത്രാ? ചന്ദ്രഗുപ്തൻ പറഞ്ഞു, ഗുരുദേവ, എല്ലാ കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നത് ശരിയാണോ? ചിലപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാൽ മനസ്സിന് ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു. ആചാര്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പുത്രാ, ഈ ചിന്തയാണ് ഏറ്റവും വലിയ വഞ്ചന. മനസ്സ് ശുദ്ധമായിരിക്കുകയും വാക്ക് അയഞ്ഞതായിരിക്കുകയും ചെയ്യുന്നവരെയാണ് ഈ ലോകം കൂടുതൽ തകർക്കുന്നത്. ഓരോ കാര്യവും, ഓരോ വികാരവും, ഓരോ പദ്ധതിയും, ഓരോ ദുഃഖവും ചിന്തിക്കാതെ മറ്റൊരാളോട് തുറന്നു പറയുന്നവർ. ഓർക്കുക, ഒരു ഖജനാവിൽ പണം എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതുപോലെ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിയാണ്. അങ്ങനെയാകുമ്പോൾ ജീവിതം ധന്യമാകും. സംസാരിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ മൗനം ഒരു കലയാണ്. ഈ കലയിൽ ആര് പ്രാവീണ്യം നേടുന്നുവോ ഈ ലോകത്തിന് അവനെ തകർക്കാൻ കഴിയില്ല. ആചാര്യൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഇന്ന് ഞാൻ നിനക്ക് ആ 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. എത്ര അടുപ്പമുള്ളവരാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ആരോടും പറയരുത്. കാരണം ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ ലോകം നിന്റെ വാക്കുകൾ കൊണ്ട് നിന്നെ തോൽപ്പിക്കും. അപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നീ രഹസ്യമാക്കി വെക്കേണ്ട ആ 7 കാര്യങ്ങൾ. അവ നീ സൂക്ഷിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അടുത്തുകൂടി പോലും വരില്ല. 1. കുടുംബ പ്രശ്നങ്ങൾ ആരെയും അറിയിക്കരുത്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമിതാണ്. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തുള്ളവരോട് പറയരുത്. അത് വഴക്കാകട്ടെ, അഭിപ്രായ വ്യത്യാസമാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ബുദ്ധിമുട്ടാകട്ടെ, അത് വീടിന് പുറത്ത് പരസ്യമാക്കരുത്. ഒരിക്കൽ ഒരു ശിഷ്യൻ കരഞ്ഞുകൊണ്ടുവന്നു, ഗുരുദേവ, എന്റെ വീട്ടിൽ വഴക്കുണ്ടായി. അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെട്ടു, സഹോദരൻ ദേഷ്യത്തിൽ വീട് വിട്ടുപോയി. ഞാൻ ഈ കാര്യം എന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു, പുത്ര, നിന്റെ വീടിന്റെ വിള്ളലുകൾ നീ പുറത്തു കാണിക്കുമ്പോൾ ആളുകൾ അത് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കില്ല, മറിച്ച് കൂടുതൽ വലിച്ചു കീറാനാണ് ശ്രമിക്കുക. ആളുകൾക്ക് സഹതാപമല്ല, കഥയാണ് വേണ്ടത്. പിന്നെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ 2 സഹോദരന്മാർ എന്നും വഴക്കിടുമായിരുന്നു. ഒരു ദിവസം മൂത്ത സഹോദരൻ പഞ്ചായത്തിൽ വെച്ച് അനിയനെക്കുറിച്ച് മോശമായി പറഞ്ഞു. അതിന്റെ ഫലമെന്തായി? ആ കുടുംബത്തിന്റെ മുഴുവൻ അന്തസ്സും ഇടിഞ്ഞു. ആളുകൾ കുട്ടികളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. വീട്ടിലെ കാര്യം പുറത്തറിഞ്ഞാൽ ബന്ധങ്ങളുടെ പവിത്രത നശിക്കും, വിശ്വാസം തകർന്നടിയും, ആളുകൾ നിന്റെ ദുഃഖത്തെ ആയുധമാക്കും. ചാണക്യൻ പറഞ്ഞു, വീട്ടിലെ വഴക്ക് പുറത്തറിഞ്ഞാൽ അത് വീടിന്റെ അടിത്തറയെ ഇളക്കിമറിക്കും. ബന്ധങ്ങൾ പുറംലോകത്തിന്റെ കണ്ണിൽപ്പെട്ടാൽ അതിന്റെ വില ഇല്ലാതാകും. അതുകൊണ്ട് സാഹചര്യം എത്ര മോശമായാലും നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളുടേത് മാത്രമായി സൂക്ഷിക്കുക. കാരണം പുറംലോകം മുറിവിൽ മരുന്ന് പുരട്ടുകയല്ല, ഉപ്പ് തേക്കുകയാണ് ചെയ്യുന്നത്. 2. നിന്റെ വരുമാനത്തെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ ഒരിക്കലും വെളിപ്പെടുത്തരുത്. ആചാര്യ ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു, രണ്ടാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ തത്വമിതാണ്, നിന്റെ വരുമാനം, സമ്പത്ത് അല്ലെങ്കിൽ നീ നേടിയെടുത്ത എന്തും ആരുമായും പങ്കുവെക്കരുത്. ഒരിക്കൽ മഗധയിലെ ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിൽ തന്റെ നിധിയുടെ ഒരു ഭാഗം എല്ലാവരെയും കാണിച്ചു. സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ മുറികൾ, വിലമതിക്കാനാവാത്ത രത്നങ്ങൾ, ഒരുപാട് സമ്പത്ത് എല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എന്തു സംഭവിച്ചുവെന്നറിയാമോ? അയൽരാജ്യം ആക്രമിച്ചു. ആ നിധികളെല്ലാം കൊള്ളയടിച്ചുകൊണ്ടുപോയി. ചാണക്യൻ പറഞ്ഞു, സമ്പത്ത് എത്രത്തോളം രഹസ്യമായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും. അത് പ്രദർശിപ്പിക്കുന്നത് നിന്നെ കള്ളന്മാർക്കും അസൂയക്കാർക്കും മുന്നിൽ നിർത്തുന്നതിന് തുല്യമാണ്. പിന്നെ അദ്ദേഹം ശിഷ്യന്മാരോട് ചോദിച്ചു, പുത്രന്മാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധനികരായ ആളുകൾ അവരുടെ യഥാർത്ഥ വരുമാനം എല്ലാവരോടും പറയുന്നത്? ഇല്ല, കാരണം അവർക്കറിയാം, കൂടുതൽ ആളുകൾ അറിഞ്ഞാൽ ആവശ്യങ്ങളും അത്യാഗ്രഹവും അപകടങ്ങളും വർദ്ധിക്കുമെന്ന്. നിനക്ക് നല്ല വരുമാനമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ചിലർ സഹായത്തിന്റെ പേരിൽ അടുത്തുവരും. ചിലർ നിന്നെ താഴ്ത്തിക്കെട്ടാൻ അവസരം തേടും. ചിലർക്ക് നിനക്കുള്ളത് തനിക്കില്ലാത്തതുകൊണ്ട് മാത്രം നിന്നോട് വിദ്വേഷം തോന്നും. ചാണക്യൻ വ്യക്തമായി പറഞ്ഞു, സമ്പത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകൻ അതിന്റെ രഹസ്യാത്മകതയാണ്. നിന്റെ ധനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടെങ്കിൽ ആളുകൾ നിന്റെ മനസ്സമാധാനം പോലും കവർന്നെടുക്കും. അതുകൊണ്ട് ഓർക്കുക, നിന്റെ വരുമാനം മറച്ചുവെക്കുക. അതുവഴി മനസ്സ് ശാന്തവും സുരക്ഷിതവുമായിരിക്കും. കാരണം പ്രദർശിപ്പിക്കപ്പെടുന്ന സമ്പത്ത് ഒന്നുകിൽ കൊള്ളയുടെ കാരണമാകും, അല്ലെങ്കിൽ അസൂയയുടെ. 3. നിന്റെ ഭാവി പദ്ധതികൾ രഹസ്യമാക്കി വെക്കുക. ആചാര്യ ചാണക്യൻ മൂന്നാമത്തെ തത്വം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, പുത്രന്മാരെ, ഒരു പദ്ധതി പൂർത്തിയാകുന്നതുവരെ അത് നിന്റെ മനസ്സിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ. എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നവർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ വഴിതെറ്റാറുണ്ട്. തക്ഷശിലയിലെ ഗുരുകുലത്തിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് ചാണക്യൻ ഒരു ഉദാഹരണം നൽകി. ഒരിക്കൽ ഒരു വ്യാപാരി തന്റെ നഗരത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു വലിയ കട തുറക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം അയാൾ തന്റെ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും മുൻകൂട്ടി അറിയിച്ചു.
അടുത്ത ആഴ്ച തന്നെ ഒരു ബുദ്ധിമാനായ വ്യക്തി അവന്റെ വാക്കുകൾ കേട്ട് അതേ സ്ഥലത്ത് അതേപോലെയുള്ള ഒരു കട തുറന്ന് കച്ചവടം തുടങ്ങി. വ്യാപാരി എത്തുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. ചാണക്യൻ പറഞ്ഞു, ഓരോ ആശയവും ഒരു വിത്താണ്. അത് നടുന്നതിനു മുൻപ് എല്ലാവരോടും പറഞ്ഞാൽ ആരെങ്കിലും അത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് മുൻപ് ഫലം പറിച്ചെടുക്കുകയോ ചെയ്യും. ഒരു പദ്ധതിയുടെ യഥാർത്ഥ ശക്തി അതിന്റെ മൗനത്തിലാണ്. അദ്ദേഹം തുടർന്നു പറഞ്ഞു, ശ്രദ്ധിക്കുക, തയ്യാറെടുപ്പിന്റെ സമയം പ്രദർശനത്തിനുള്ളതല്ല. ജോലി പൂർത്തിയാക്കിയ ശേഷം മാത്രം സംസാരിക്കണം. യാത്ര തുടരുന്നിടത്തോളം കാലം മൗനം പാലിക്കുക. നിന്റെ ഉദ്ദേശ്യം, ദിശ, അടുത്ത നീക്കം ഇതെല്ലാം നിന്റേത് മാത്രമാണ്. അവയെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അനാവശ്യമായ ഭാരവും വിമർശനങ്ങളും തലയിലേറ്റുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലോകത്തും ഈ തത്വം പ്രസക്തമാണ്. ഒരു പുതിയ ജോലി തുടങ്ങാനോ, മനസ്സിലൊരു പദ്ധതിയുണ്ടെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ജോലി മാറാനോ ആണെങ്കിൽ ആ ജോലി പൂർത്തിയാകുന്നതുവരെ ആരോടും പറയരുത്. കാരണം ഈ ലോകം നിന്റെ പദ്ധതികളെ സംരക്ഷിക്കുകയുമില്ല, നിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുമില്ല. 4. നിന്റെ ദൗർബല്യങ്ങൾ ആരെയും അറിയിക്കരുത്. ആചാര്യ ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു, പുത്രന്മാരെ, ഏതു ദിവസം നീ നിന്റെ ദൗർബല്യം മറ്റൊരാളോട് പറയുന്നുവോ അതേ ദിവസം നീ പരാജയത്തിന്റെ ആദ്യ പടി കയറുകയാണ്. തക്ഷശിലയിലെ ഗുരുകുലത്തിൽ ഒരു ദിവസം ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുദേവ, നമ്മുടെ വേദന, ഭയം അല്ലെങ്കിൽ ദൗർബല്യം നമ്മുടേതായ ഒരാളോട് പറഞ്ഞാൽ അവർ നമ്മളെ മനസ്സിലാക്കില്ലേ? ചാണക്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശക്തി അവർക്ക് പ്രയോജനപ്പെടുമ്പോൾ മാത്രമാണ് നിന്റേതായ ആളുകൾ നിന്റെ കൂടെയുണ്ടായിരിക്കുക. പക്ഷേ നിന്റെ ദൗർബല്യം പുറത്തുവരുമ്പോൾ അതേ ആളുകൾ ഒന്നുകിൽ നിന്നിൽ നിന്ന് അകന്നുപോകും അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തും. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരിക്കൽ ഒരു യോദ്ധാവുണ്ടായിരുന്നു. അമ്പുകളെ അയാൾക്ക് ഭയമായിരുന്നു. അയാൾ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് പറഞ്ഞു, യുദ്ധത്തിൽ അമ്പുകൾ വരാൻ തുടങ്ങിയാൽ എന്നെ പുറകിലേക്ക് മാറ്റി നിർത്തണം, എനിക്ക് ഭയമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ കൂട്ടുകാരൻ ശത്രുവിനോടൊപ്പം ചേർന്നു. യുദ്ധത്തിൽ ആദ്യം അമ്പുകൾ അയച്ചതും അതേ യോദ്ധാവിന് നേരെയായിരുന്നു. കാരണം എവിടെയാണ് ആക്രമിക്കേണ്ടതെന്ന് അവൻ അറിയാമായിരുന്നു. ആ യോദ്ധാവ് യുദ്ധം ചെയ്യാതെ തന്നെ നിലംപതിച്ചു. ചാണക്യൻ പറഞ്ഞു, ദൗർബല്യം നിനക്ക് മാത്രം അറിയുന്നിടത്തോളം കാലം അത് ശക്തിയാണ്. അത് മറ്റൊരാൾക്കറിയുമ്പോൾ അത് നിനക്കെതിരെയുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി മാറും. അദ്ദേഹം ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു, രാജാവ് അതാണ്, തന്റെ ഭയത്തെ വാളിലൊളിപ്പിക്കുകയും മുഖത്തെ പുഞ്ചിരിയിൽ തന്റെ മുറിവുകളെപ്പോലും മറച്ചുവെക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് ഓർക്കുക എന്റെ സുഹൃത്തെ, നിന്റെ ഭയവും വേദനകളും പഴയ മുറിവുകളും നിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. കാരണം ഈ ലോകത്ത് നിന്നെ സഹായിക്കാൻ അധികമാരുമുണ്ടാവില്ല. നിന്റെ പരാജയത്തിന്റെ കാഴ്ച കാണാനായി നിൽക്കുന്നവരായിരിക്കും അധികവും. 5. നിന്റെ ദാനത്തെക്കുറിച്ച് പ്രശംസിക്കരുത്. ആചാര്യ ചാണക്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പുത്രന്മാരെ, വാക്കുകളിലൂടെ പറയുന്ന ദാനം പുണ്യമല്ല, അഹംഭാവത്തിന്റെ പ്രദർശനമാണ്. ഗുരുകുലത്തിലിരുന്ന ശിഷ്യന്മാർ ചോദിച്ചു, ഗുരുദേവ, ഞങ്ങളൊരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ, ഒരു പട്ടിണിക്കാരന് ഭക്ഷണം നൽകിയാൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ പഠിക്കാൻ സഹായിച്ചാൽ അത് പറയുന്നത് തെറ്റാണോ? ചാണക്യൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നീ ദാനം ചെയ്യുകയും എന്നിട്ടത് പരസ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സഹായമല്ലാതായി മാറും. അത് നിന്റെ അഹങ്കാരം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായി മാറും. അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ഒരിക്കൽ ഒരു രാജാവ് കൊട്ടാരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ ഈ വർഷം 100 പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ആളുകൾ കൈയടിച്ചു. പക്ഷെ അതേ രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിൽ ഒരു വയസ്സായ ബ്രാഹ്മണൻ വന്നു. അദ്ദേഹം പറഞ്ഞു, രാജൻ, താങ്കൾ നൽകിയത് പുണ്യമായില്ല, കാരണം താങ്കൾ അത് പ്രശംസിച്ചു. ദാനം രഹസ്യമായിരിക്കുമ്പോൾ മാത്രമാണ് ഫലപ്രദമാകുന്നത്. ചാണക്യൻ വ്യക്തമായി പറഞ്ഞു, വലതു കൈകൊണ്ട് നൽകുന്ന ദാനം ഇടതു കൈ പോലും അറിയാൻ പാടില്ല. പിന്നെ അദ്ദേഹം ഒരു തത്വം പറഞ്ഞു, ദാനം ഒരു വിളക്കാണ്, അത് ഇരുട്ടിൽ കത്തും. ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല, അതിന്റെ വെളിച്ചം ഒരു ദിവസം തിരികെ വരും. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, നീ ശരിക്കും ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തോട് പറയേണ്ട ആവശ്യമില്ല. സത്യസന്ധമായ മനസ്സോടെ നൽകുന്നത് മുകളിലേക്കെത്തുന്നു. ബാക്കിയെല്ലാം വെറും കാഴ്ചപ്പാടാണ്. 6. അപമാനത്തെയും പരാജയത്തെയും കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്. ആചാര്യ ചാണക്യൻ ശിഷ്യന്മാരെ നോക്കി വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. പുത്രന്മാരെ, ജീവിതത്തിൽ എല്ലാവരും എപ്പോഴെങ്കിലും തോൽക്കുന്നു, അപമാനം സഹിക്കുന്നു. പക്ഷേ ആ തോൽവിയെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് സ്വന്തം മുറിവുകൾ സ്വയം മാന്തുന്നതിന് തുല്യമാണ്. അദ്ദേഹം ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു, ഒരു യോദ്ധാവ് യുദ്ധത്തിൽ പരാജയം നേരിട്ടു. അയാൾ ഓരോ ഗ്രാമത്തിലും പോയി പറഞ്ഞു, ഞാൻ തോറ്റു, എന്നെ ചതിച്ചു, എനിക്ക് അനീതി നേരിട്ടു. ചിലർ സഹതാപം പ്രകടിപ്പിച്ചു, പക്ഷെ അധികം പേരും അവനെ ഒരു തമാശയാക്കി മാറ്റി. അവൻ വീണ്ടും യുദ്ധക്കളത്തിലിറങ്ങിയപ്പോൾ എല്ലാവരും അവന്റെ പരാജയം കാണാനായി കാത്തിരുന്നു. ചാണക്യൻ പറഞ്ഞു, നിനക്ക് അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിന്റെ ശക്തിയായി മാറ്റുക. പഠിക്കുക, പക്ഷെ അത് ഒരു ചെണ്ട പോലെ കൊട്ടിക്കൊണ്ടിരിക്കരുത്.
ലോകം കൗശലമുള്ളതാണ്. അവർ നിന്റെ ദുഃഖത്തിൽ കരയില്ല, മറിച്ച് അവർ അത് ഓർമ്മയിൽ വയ്ക്കും. അദ്ദേഹം ഒരു തത്വം പറഞ്ഞു: അപമാനത്തെ ഓർക്കരുത്, അതിനെ നിന്റെ ഉള്ളിലെ ശക്തിയായി മാറ്റുക. നിന്റെ ദുഃഖം നീ എല്ലാവരുടെയും മുന്നിൽ വയ്ക്കുമ്പോൾ നിന്നോട് അസൂയയുള്ള ആളുകൾ അതേ ദുഃഖം നിനക്കെതിരെ ഉപയോഗിക്കും. ഓർക്കുക, ലോകം നിന്റെ ശക്തി കാണുമ്പോൾ മാത്രമാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ നിന്റെ തകർച്ചയുടെ കഥകൾ കേൾക്കുമ്പോഴല്ല. അതുകൊണ്ട് എന്റെ സഹോദരാ, നീ തോറ്റാൽ ലോകത്തോട് ഞാൻ തോറ്റു എന്ന് പറയരുത്. നിന്നോട് തന്നെ പറയുക, ഇനി ഞാൻ കൂടുതൽ ശക്തനായി നിൽക്കും. യഥാർത്ഥ വിജയി അതാണ്, വീണാലും ഒന്നും മിണ്ടാതെ വീണ്ടും എഴുന്നേറ്റ് തന്റെ മൗനം കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിക്കുന്നവൻ. 7. നിന്റെ വികാരങ്ങൾ, അതായത് ദേഷ്യം, മോഹം, വേദന എന്നിവ ഒരിക്കലും ആരുടെയും മുന്നിൽ തുറന്നുവിടരുത്. ആചാര്യ ചാണക്യൻ എല്ലാ ശിഷ്യന്മാരെയും നോക്കി ഗൗരവമായ സ്വരത്തിൽ പറഞ്ഞു: മനുഷ്യന്റെ ഏറ്റവും വലിയ രഹസ്യം അവന്റെ മനസ്സാണ്. ആരെയും മുന്നിൽ വെച്ച് മനസ്സ് തുറക്കുന്നവനാണ് ആദ്യം തകരുന്നത്. അദ്ദേഹം പറഞ്ഞു: നീ കരയുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ മോഹത്തിൽ കുടുങ്ങുമ്പോഴോ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ ആളുകൾ സഹതാപമല്ല, കണക്കുകൂട്ടലുകളാണ് ചെയ്യുന്നത്. നിന്റെ ദൗർബല്യം എവിടെയാണെന്നും എങ്ങനെ നിന്നെ അവിടെ നിന്ന് തകർക്കാമെന്നും അവർ ചിന്തിക്കും. നീ ആരോടാണ് ദേഷ്യപ്പെട്ടതെന്ന് മറ്റൊരാളോട് പറഞ്ഞാൽ ആ വിവരം നിന്റെ ശത്രുക്കളുടെ അടുത്തേക്കെത്താം. നീ ആരോടാണ് മോഹം വെക്കുന്നതെന്ന് മറ്റൊരാളോട് പറഞ്ഞാൽ അതേ ആളുകൾ ആ മോഹം തകർക്കാൻ ശ്രമിക്കും. നീ നിന്റെ വേദന പ്രകടിപ്പിച്ചാൽ ആളുകൾ അതിന്റെ പരിഹാരമല്ല, നേട്ടമാണ് ചിന്തിക്കുക. പിന്നെ ചാണക്യൻ വിശദീകരിച്ചു: വികാരങ്ങളും സമ്പത്ത് പോലെയാണ്, അതെല്ലാവരുടെയും മുന്നിൽ വരുമ്പോൾ അതിന്റെ വില കുറയുന്നു. എന്നാൽ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ അത് ശക്തിയായി മാറും. അദ്ദേഹം ചന്ദ്രഗുപ്തനോട് പറഞ്ഞു: രാജാവതാണ്, ഉള്ളിൽ തീയായി ജ്വലിക്കുമെങ്കിലും പുറത്ത് തണുത്ത നിഴൽ പോലെ കാണുന്നവൻ. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തവനാണ് ഏറ്റവും ശക്തൻ. നിന്റെ മനസ്സിലെ കാര്യങ്ങൾ നിസ്വാർത്ഥനായ ഒരാളോട് മാത്രം പറയുക. ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് പുഞ്ചിരിക്കുക, മൗനം പാലിക്കുക. ചന്ദ്രഗുപ്തൻ തലകുനിച്ചു പറഞ്ഞു: ഗുരുദേവ, ഞാൻ മനസ്സിലാക്കി. ഓരോ ബന്ധത്തിലും സ്നേഹമുണ്ടായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് തന്നെയാണ് ബുദ്ധി. ചാണക്യൻ പറഞ്ഞു: പുത്ര, ഈ തത്വമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കവചം. ഇത് ധരിക്കുക, പിന്നെ ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ആരെങ്കിലും എത്ര അടുത്തവരാണെങ്കിലും ഈ 7 കാര്യങ്ങൾ നിങ്ങളുടേത് മാത്രമായി സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.